വർക്ക് കഴിഞ്ഞ് ലീവ് എടുത്തിരിക്കുന്ന ദിവസം മക്കളുടെ കൂടെ കുറച്ച് നേരം കളിക്കും കേട്ടോ. മക്കൾ മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മോൻ ഇവിടെ കേട്ടോ അവൻ്റെ വീട്ടിലെ ഷട്ടിൽ ബാറ്റ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഞങ്ങളിരുന്ന് കളിക്കുമായിരുന്നേ. എൻ്റെ മോൾക്ക് എപ്പോഴും ആഗ്രഹം അമ്മ അബിയുടെ കൂടെ മാത്രമേ കളിക്കുള്ളൂ, അബി അമ്മയുടെ കൂടെ മാത്രമേ കളിക്കുള്ളൂ, അതുകൊണ്ട് എൻ്റെ കൂടെ കളിക്കണം പറഞ്ഞ് അവൻ്റെ ഇരുന്ന് തല്ല് കൂടി ആ ബാറ്റും മേടിച്ചിട്ടോ. ദൈവമേ! പെറ്റ തള്ള സഹിക്കത്തില്ല അവളുടെ കളി കണ്ട് കഴിഞ്ഞാൽ. കാര്യം കളിക്കാൻ അറിഞ്ഞുകൂടാ. അത് പറഞ്ഞാലും സമ്മതിച്ച് തരത്തുമില്ല. എങ്ങനെ പറഞ്ഞാലും തല്ലും പിടിയും കച്ചറയും. എന്നിട്ട് അവൻ ആ ബാഗും വാങ്ങിച്ചങ്ങ് പോട്ടെ. എനിക്കുള്ള വേറൊരു പീസുണ്ട്. അവൻ സൈക്കിളിൻ്റെ പുറത്ത് കൂടെ മണ്ടയിൽ കൂടെ ഓടുന്നത് അവനാണ്. കാര്യം അവൻ്റെ വിചാരം അവൻ സൈക്കിൾ റൈഡിങ് അല്ല കാറാണ് ഓടിക്കുന്നതെന്നുള്ള ധാരണയിലാണ് അവൻ. അവൻ വന്ന് സ്പീഡ് ചെയ്ത് നിൽക്കണ കാണുമ്പോൾ എൻ്റെ അനിയത്തിയാണ് എത്തി. കാര്യം വല്ലതും പറ്റിപ്പോയാൽ നമ്മളടുത്ത് കൊണ്ടുപോകണമല്ലോ ആശുപത്രിയിൽ. ഇപ്പോൾ എന്നെ പേടിച്ചിട്ട് വളരെ സ്പീഡ് കുറച്ചാണ് ഓടിക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവളാണെങ്കിൽ ഇത് അടിച്ചാൽ വരത്തുമില്ല. ഞാൻ എന്നിട്ട് തോണ്ടിയിട്ട് കൊടുത്താൽ പറയും പറ്റില്ല അമ്മ, അങ്ങനെ ഇടണ്ട, അമ്മ ഇട്, നേരെ ഇട്, നേരെ ഇട്. എൻ്റെ അടുത്ത് തല്ലി പിടിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമെന്ന് തോന്നുന്നു. എന്നിട്ട് പറയാം അമ്മ മോളിൽ കൂടെ അടിക്കുന്നു പറഞ്ഞു. എങ്ങനെയൊക്കെ മോളിൽ കൂടെ അടിച്ചു കൊടുത്താലും ഇവളടിക്കത്തില്ല. എന്നിട്ട് അതും പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ തല്ലുകൂടും. അവസാനം എങ്ങനെയൊക്കെയോ ഒന്നോ രണ്ടോ തവണ ശരിയായി. ഓ, എൻ്റെ കണ്ടില്ല, എനിക്കിപ്പോൾ ശരിയായി എന്ന് പറഞ്ഞു.